നോഹയുടെ പെട്ടകം എല്ലാവരും കേട്ടിട്ടില്ലേ? നോവാസ് ആർക്ക് എന്ന് പറയാം, നോഹയുടെ പെട്ടകം. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി ആത്മീക മന്ന കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു വ്യക്തി ഇപ്രകാരമായിട്ട് പറഞ്ഞത്, ഓൾ ഐ നീഡ് ടു നോ ഐ ലേൺഡ് ഫ്രം നോവാസ് ആർക്ക്. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ഈ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം എനിക്ക് നോഹയുടെ പെട്ടകത്തിൻ്റെ ആ ഒരു ബൈബിൾ ഭാഗത്ത് നിന്ന്, ആ ഒരു വചനഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നു എന്നാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒരു വ്യക്തി ബൈബിൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവിടുന്ന് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്ത ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അപ്പോൾ നമുക്ക് നോഹയുടെ കഥ അറിയാം അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം നോഹയുടെ കഥ ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ പോയിൻറ്റ്സ് കിട്ടുന്നത്. എന്നാൽ നമുക്ക് ചിന്തിക്കേണ്ടുന്ന ആ കാര്യങ്ങളല്ല, അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നോഹയുടെ കഥയെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോഹയുടെ കാലത്ത് എല്ലാവരും പാപം കൊണ്ട് എന്ത് ചെയ്തു? നിറഞ്ഞു. ആ സമയത്തുള്ള എല്ലാ മനുഷ്യരും വളരെ പാപികളായിരുന്നു. ലോത്തിൻ്റെ കാലത്തും ഇതുപോലെ തന്നെ നടന്നു. ബൈബിളിൽ പറയുന്നുണ്ട്, ഇനി നാഴികയിൽ അല്ലെങ്കിൽ അന്ത്യനാളുകളിൽ ഇതുപോലെ തന്നെ എല്ലാവരും പാപം കൊണ്ട് നിറയും. അപ്പോൾ ദൈവം യേശു വരും. അപ്പോൾ ന്യായവിധി ഉണ്ടാകും. അതുപോലെ ഈ ദൈവത്തിന് തന്നെ ഭയങ്കര വിഷമായി. ഇത്രയും ഈ മനുഷ്യരോർത്ത് ഭയങ്കര വിഷമം, അത്രത്തോളം പാപം പെരുകിക്കൊണ്ടിരുന്നത് നമുക്ക് ചിന്തിക്കാം. ഞാനൊരു ചുരുക്കം പറയാം. അതുകൊണ്ട് തന്നെ ദൈവം തീരുമാനിച്ചു ഈ മനുഷ്യരെല്ലാം നശിപ്പിക്കണമെന്ന്. ബട്ട് ഒരാളിനെ ദൈവം തൻ്റെ കണ്ണിൽ നീതിമാനായിട്ട് കണ്ടു. അയാളുടെ പേരാണ് നോഹ. ദൈവം അയാളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവം അയാളെയും അയാളുടെ കുടുംബത്തെയും മാത്രമാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നവരിൽ രക്ഷിച്ചത്. അപ്പോൾ ബാക്കി എല്ലാവരെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയെന്നാൽ വലിയൊരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വലിയൊരു മഴ അന്ന് പെയ്തു. അവിടെ 40 രാവ് 40 പകലും എന്ത് ചെയ്തു? മഴ പെയ്തു. 150ഓളം ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ വലിയൊരു നാശം സംഭവിച്ചു. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ നോഹയെ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ, നോഹയെടുത്ത് പറയുന്നു, നോഹ നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. ഒരു വലിയ കപ്പൽ പോലത്തെ അത്ര വലിയ സൈസുള്ളൊരു സംഭവമാണ്. അപ്പം ഈ ഒരു പെട്ടകം ഉണ്ടാക്കുക, നീയും നിൻ്റെ കുടുംബവും, പിന്നെ എല്ലാ ജീവനുള്ള ജഡത്തിലും ആണും പെണ്ണുമായിട്ട് ഈ 2 വീതം എല്ലാത്തിനെയും ഈ ഒരു പെട്ടകത്തിൻ്റെ അകത്ത് കയറ്റാൻ പറഞ്ഞു. ഓക്കെ, ബാക്കി നോഹയുടെയും കുടുംബത്തെയും പോയിട്ട് ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? നശിച്ചു. ഈ പെട്ടകത്തിൽ പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിൻ്റെ ഉള്ളിലായിരുന്ന നോഹയും കുടുംബവും മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇതാണ് അന്നത്തെ കാലത്ത് നടന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് ലഭിച്ച കുറച്ച് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള, ലൈഫിൽ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരും ബോട്ട് കാണാതെ പോകരുത്. എല്ലാവരും എന്ത് ചെയ്യണം? ജീവിതത്തിൽ ചില സമയത്ത് നമ്മുടെ അടുക്കിലേക്ക് ഇതുപോലൊരു ബോട്ട് വരും. എല്ലാം മുങ്ങി താഴുമ്പോൾ ഒരു ബോട്ട് വരും. ആ ബോട്ടിൽ കയറി പിടിച്ചെന്ത് ചെയ്യണം? നമ്മൾ ആ ബോട്ടിൽ കയറി യാത്രയാണ്. രണ്ടാമത് നാം എല്ലാവരും ഒരേ ബോട്ടിലാണെന്ന് ഓർക്കണം. നോഹയും ഫാമിലിയും എല്ലാവരും എവിടെയായിരുന്നു? ഒരേ ബോട്ടിൽ, ഒറ്റ ബോട്ടിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ബോട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. അടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. കാരണം നോഹ പെട്ടകം പണിയുമ്പോൾ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. അതാണ് ഒറ്റ ആളും വിശ്വസിക്കാത്തത്, മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട്. ആ കാലത്ത് മഴ പെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ആരും വിശ്വസിക്കും മഴയോ അതെന്ത്? ഓക്കെ, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുൻകൂട്ടി നമ്മളെല്ലാം പ്ലാൻ ചെയ്തോണം. ഇപ്പം നോഹ പെട്ടകം പണിയുമ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല, പക്ഷെ ദൈവം പറയണം മഴ പെയ്യും, നീ എന്ത് ചെയ്യും? പെട്ടകം പണിയണം, നീ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? കയറണമെന്ന്. അപ്പം നമ്മളിതുപോലെ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത്, അതായത് നമ്മൾ നാളെയാണ് എക്സാം എങ്കിൽ ഇന്ന് രാത്രി പഠിക്കരുതെന്ന് അർത്ഥം. നേരത്തെ എന്ത് ചെയ്തോണം? പഠിച്ചോണം. ഓക്കെ, ശരൺ. ഓക്കെ, അടുത്ത് വേറൊരു രസകരമായിട്ടുള്ള സംഭവമാണ്, എപ്പോഴും ഫിറ്റായി തുടരുക. എന്ത് ഫിറ്റാണെന്ന് ചോദിച്ചാൽ, നോഹയോട് ദൈവം പെട്ടകം പണിയാനായിട്ട് പറയുമ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. എത്ര വയസ്സായിരുന്നു? 600. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളെപ്പോഴും ഫിറ്റായിരിക്കണം, 600 വയസ്സായാലും ഫിറ്റായിരിക്കും. കാരണം എപ്പോഴാണ് ഒരു വിളി വരുന്നതെന്ന് പറയും. മുന്നോട്ടുള്ള വിളിയല്ല, പിന്നെ നമുക്കൊരു പർപ്പസിന് വേണ്ടിയുള്ള ഒരു വലിയ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു ലൈഫ് ബ്രേക്ക് എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ 600 വയസ്സായാലും എന്ത് ചെയ്യണം?
ഫിറ്റായിരിക്കണം. നമ്മളിപ്പോൾ എന്തായാലും ഡോക്ടേഴ്സിനാവാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ എന്തിനാ ആദ്യം നമ്മളെ തന്നെ നന്നാക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അടുത്തൊന്നെന്ന് പറയുന്നത് വിമർശകരുടെ വാക്കുകൾ കേൾക്കരുത്, ചെയ്യേണ്ട ജോലിയിൽ ഏർപ്പെടുക. അതായത് നോഹ ഈ പെട്ടകം പണിതുകൊണ്ടിരുന്നപ്പോൾ നോഹ എല്ലാവരോടും പ്രസംഗിച്ചു, മഴ വരും, മഴ വരും, മഴ വരും, മഴ വരും. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ നാളെ എക്സാം ഉണ്ട്, പഠിക്കുക, നാളെ എക്സാം ഉണ്ട്, പഠിക്കുക, നാളെയല്ല അടുത്ത തിങ്കളാഴ്ച എക്സാം ഉണ്ട്, പഠിക്കുക, അടുത്ത തിങ്കളാഴ്ച എക്സാം ഉണ്ട്, പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തലേന്നും പഠിക്കാത്ത അവസ്ഥയായിപ്പോൾ, എന്നിട്ട് എക്സാമിന് പോയി പൊട്ടുന്നൊരവസ്ഥ. ഓക്കെ, ശരി. അപ്പോൾ വിമർശകർ അപ്പോഴും പലതും പറയും. എന്തു പറയും? എടേ തിങ്കളാഴ്ച എക്സാം ഇല്ലെന്ന് പറയും. മനസ്സിലായോ? നിങ്ങളത് വിശ്വസിക്കരുത്, എപ്പോൾ വേണമെങ്കിലും എക്സാം വരാം. അപ്പോൾ അതുപോലെ ഇവിടെ മഴ പെയ്യില്ലെന്ന് ബാക്കി എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ നോഹ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ചു. മഴ പെയ്യും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരും എന്ന് ആര് വിശ്വസിച്ചു? നോഹ വിശ്വസിച്ചു. അതുപോലെ സംഭവിച്ചു. ബാക്കി എല്ലാവരും ആ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. പക്ഷെ നോഹ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി ബെസ്റ്റ്, ഉയർന്ന ഭൂമിയിൽ നിങ്ങളുടെ ഭാവി കെട്ടിപ്പടുത്തുക. അതായത് നോഹ ഇവിടെ വെള്ളത്തിൻ്റെ മകളിൽ ഈ പെട്ടകത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കായിരുന്നു. ഓക്കെ, അടുത്തൊന്നെന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ ദൈവം എല്ലാവരെയും ജോഡികളായിട്ടാണ് അല്ലേ, ആണും പെണ്ണും ഈ രണ്ട് ഇതൊക്കെയാണ് പെട്ടകത്തിൽ. അപ്പോൾ എല്ലാവരും എന്നും ജോഡികളായിട്ട് യാത്ര ചെയ്യുക. മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ് കേട്ടോ ഈ ഭാഗം. അദ്ദേഹം ധ്യാനിച്ചാൽ അദ്ദേഹത്തിന് കിട്ടിയതാണ്, നിങ്ങൾക്ക് സമയമായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വേഗത എല്ലാമല്ല ചീറ്റപ്പുലികൾക്കൊപ്പമായിരുന്നു ഒച്ചുകൾ. അതായത് ചീറ്റപ്പുലി 2 അകത്തോട്ട് കയറിയപ്പോൾ അതിൻ്റെ കൂട്ടത്ത് പതിയെ നടന്നാണ് ആരും കയറിയെന്നാണ്, ഒച്ചും കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ വേഗത ഒന്നുമല്ല, നിങ്ങൾക്കും കയറാം. ഓക്കെ, അടുത്ത് സമ്മർദ്ദം ആകുമ്പോൾ അല്പനേരം പൊങ്ങിക്കിടക്കുക. എനിക്ക് അറിയത്തില്ല. ഓക്കെ, അടുത്ത് പെട്ടകം ആരാണ് നിർമ്മിച്ചത്? നോഹയാണല്ലേ. ഇപ്പം നോഹ വലിയ ഒരുപക്ഷെ കാർപ്പൻ്ററൊക്കെ ആയിരിക്കാം. എന്നാലും ഭയങ്കര എൻജിനീയറിങ് ടെക്നിക്കൊക്കെ ഒരുപക്ഷെ അറിയാമെന്നുള്ള വ്യക്തിയായിരുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ ടൈറ്റാനിക് ആരാണ് നിർമ്മിച്ചത്? ഭയങ്കര പ്രൊഫഷണൽസ് ആണല്ലേ നിർമ്മിച്ചത്. എന്നിട്ട് ആ ടൈറ്റാനിക് എന്ത് ചെയ്തു? മുങ്ങി. പക്ഷെ നോഹയുടെ പെട്ടകം എന്ത് ചെയ്തില്ല? മുങ്ങില്ല. അതുപോലെ നമുക്ക് കൊടുങ്കാറ്റും മഴയും എല്ലാം വരും. പക്ഷെ നമ്മൾ ദൈവത്തോടൊപ്പം നടക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ആയിരിക്കണം. എങ്കിൽ ഇവിടെ പറയുന്നത് അതിനുശേഷം ഒരു മഴവില്ല് കാണുമെന്നാണ്. എന്താണ് ഒരു മഴവില്ല്? അത് ഈ ഭാഗത്തുണ്ട്. ശരി, ഇതൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ചില ഭൗതിക കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു വ്യക്തി ചിന്തിച്ചപ്പോൾ അയാൾക്ക് ലഭിച്ചതാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കുറച്ച് ആത്മീയമായിട്ട് ചിന്തിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് അപ്പോൾ നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? യെസ്, ഇനിയുള്ളതാണ് മെയിൻ കാര്യങ്ങൾ കേട്ടോ. ശരി, ആദ്യം നമുക്ക് നോഹയെ പറ്റി പഠിക്കാം. നോഹയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് വെള്ളപ്പൊക്കം വന്നത്? 600. അപ്പോൾ മോട്ടിവേറ്റിംഗ് സ്പീക്കർ എന്താണ് പറഞ്ഞത്? മോട്ടിവേഷണൽ സ്പീക്കർ 600 വയസ്സിൽ എന്തായിരിക്കണം? ഫിറ്റായിരിക്കണം. നമുക്ക് പറ്റത്തില്ലടാ, നമുക്ക് 100 വയസ്സ് വരെയൊക്കെ പോകത്തുള്ളൂ. ശരി, ഓക്കെ. അപ്പം നോഹ ഒന്നാമത്തെ കാര്യം, അയാളൊരു ദൈവ മനുഷ്യനായിരുന്നു. ആരായിരുന്നു? ദൈവ മനുഷ്യൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9, 10, 11 നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കൻ. അപ്പോൾ ഒന്നാമത് നോഹ ആരായിരുന്നു? നീതിമാൻ. 2 ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. അവിടെ തന്നെ പറയുന്നുണ്ട് നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ നമ്മൾ ഇന്നുമല്ല ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് നിഷ്കളങ്കനായിരിക്കണം, ഞാൻ നീതിമാനായിരിക്കണം, എനിക്ക് അങ്ങയോടൊപ്പം നടക്കണം. അവിടെയും കഴിയുന്നില്ല. നമ്മളടുത്ത് ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 12 നോക്കുമ്പോൾ അവിടെ നോഹയോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തതായിട്ട് നാം കാണുന്നു. നോഹയോട് കൽപ്പിച്ചതൊക്കെയും കോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. എന്നിട്ട് ദൈവം തന്നെ കണക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം നോഹ ലോജിക്കലി തിങ്ക് ചെയ്ത് എന്താണ്, അയ്യോ ദൈവമേ അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, ഇച്ചിരി കൂട്ടണമല്ലോ, ഇച്ചിരി കുറയ്ക്കണോ, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്താണോ ദൈവം കൽപ്പിച്ചത് അതാര് ചെയ്തു? നോഹ ചെയ്തു. അപ്പം നോഹയുടെ 4 ഗുണങ്ങൾ പറഞ്ഞേ. 1 നീതിമാൻ, 2 നിഷ്കളങ്കൻ, 3 ദൈവത്തോട് കൂടെ നടന്നു, 4 ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ച്. അപ്പോൾ ഇന്നുപോലെ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് നീതിമാനാവണം. ആരിൽ നീതിമാനാവണം?
എങ്ങനെയാവണം? യേശുവിൻ്റെ നീതിയുടെ വസ്ത്രം നമ്മെ അവൻ ധരിപ്പിക്കും. അപ്പോൾ നാം നീതിമാന്മാരായി തീരും. എനിക്ക് നിഷ്കളങ്കനാകണം. 3, എനിക്ക് ദൈവമേ നിന്നോടൊപ്പം നടക്കണം. ആരെപ്പോലെ? നോഹയെ പോലെ. മറ്റാരെ പോലെ? ഹാനോക്കിനെ പോലെ. ആരെപ്പോലെ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അതുപോലെ എനിക്കും അങ്ങോടൊപ്പം നടക്കണം. 4, ദൈവമേ നീ എന്ത് പറഞ്ഞാലും അത് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും മാറാതെ എനിക്ക് അങ്ങയോടൊപ്പം കൂടെ നടക്കണം, അല്ലെങ്കിൽ നീ പറയുന്നതെല്ലാം അനുസരിക്കണം എന്നൊരു പ്രാർത്ഥനയോടായിരിക്കുക. അപ്പം നോഹ ഒരു ദൈവ മനുഷ്യനായിരുന്നു. 2, തൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത്? നോഹ. അതുകൊണ്ട് മാത്രം അയാളുടെ കുടുംബവും എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. നോഹയുടെ ഒപ്പം ആരൊക്കെയാണ്, എത്ര പേരാണ് ആ ഒരു ജലപ്രളയത്തിൽ, വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ടത്? 8 പേർ. ആരൊക്കെ? നോഹ, നോഹയുടെ വൈഫ്. ഓക്കെ. പിന്നെ ആരൊക്കെയാണ്? നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ട്, പുത്രന്മാരുടെയും ഭാര്യമാർ. അങ്ങനെ ടോട്ടൽ 8 പേരാണ് അന്നുണ്ടായ മഹാജലപ്രളയത്തിൽ എന്ത് ചെയ്തത്? രക്ഷപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം നല്ലൊരു കുടുംബനാഥനായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ മക്കളെയും അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ നല്ല രീതിയിൽ വളർത്തി. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവരെന്ത് ചെയ്തേനെ? നശിച്ച് പോയേനെ. ഇത് പറയുന്ന ഭാഗങ്ങൾ ഉൽപ്പത്തി 7:1 നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. 2 പത്രോസ് 2:5 നമ്മൾ വായിക്കുകയാണെങ്കിലും നമുക്കത് ലഭിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11:7. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഒരുവിധ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നോഹയുടെ കാലത്തെപ്പറ്റി, അദ്ദേഹം ജീവിച്ചിരുന്ന ആ കാലത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് 2 പത്രോസ് 2:5 നമ്മൾ നോക്കുമ്പോൾ നമുക്കവിടെ നോഹയുടെ ലോത്തിൻ്റെയും കാലത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നമ്മളിന്ന് മെയിൻലി പഠിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായമാണ്. അവിടെ ഒന്നാമത്തെ ഭാഗങ്ങൾ നോക്കുമ്പോഴും നമുക്കിത് മനസ്സിലാവും. ഒന്നാമത് അതൊരു പാപം പെരുകിയിരുന്ന കാലമാണ്. എന്താണ്? വല്ലാത്തൊരു പാപം പെരുകിയിരുന്ന കാലമാണ്. ഓക്കെ, എന്ത് പാപമാണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന ഒന്നാമത്തെ ഒരു പാപം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്ന ഒന്നാമത്തെ ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ല, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 പഠനങ്ങളാണ് ഈ ഒരു ഭാഗത്തെ പറ്റിയുള്ളത്. ഒന്നാമത്തെ പഠനം എന്ന് പറയുന്നത്, ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത് ഷേത്ത് എന്ന വ്യക്തിയിൽ നിന്ന് വന്ന തലമുറകൾ. അടുത്ത് മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറയുന്നത് കയ്യൻ അറിയാലോ, ഹാബേൽ, കയ്യൻ. അപ്പോൾ ആ കയ്യൻ പാപം ചെയ്തല്ലേ, ഹാബേലിനെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. അപ്പോൾ ആ കയ്യിൻ്റെ തലമുറയിൽപ്പെട്ട വ്യക്തികളിൽ പെടുന്നവരെയാണ് എന്താണ് മനുഷ്യരുടെ പുത്രിമാർ എന്ന് പറയുന്നത്. ഇതൊരു ടീച്ചിങ് ആണ് കേട്ടോ, ഇതൊരു ടീച്ചിങ് ആണ്. അപ്പോൾ ആവർത്തന പുസ്തകം 7:1 മുതൽ നമ്മൾ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ മിശ്ര വിവാഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മൾ മറ്റൊരു ജാതിയുടെ ഇടയിൽ നമ്മൾ പോകുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട്. ആ അപകടം ഇതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? പതിയെ സ്നേഹം ആകുമ്പോൾ പതിയെ നമ്മുടെ വിശ്വാസം വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ യേശുവിനെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ക്രിസ്ത്യാനിറ്റി മാറുന്നതിനെ പറ്റിയല്ല പറഞ്ഞാൽ, യേശുവിനെ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തുണ്ട്? യേശുവിനെ വിട്ടുപോകാനുള്ള ചാൻസ്, അല്ലെങ്കിൽ യേശുവിനോട് നോ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ എന്താണ്? പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ രക്ഷയെ നാം തന്നെ വേണ്ടാന്ന് വയ്ക്കുന്നതിന് തുല്യമാണ്. അത് ഏറ്റവും വലിയൊരു ന്യായവിധിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനൊരു വലിയ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ബിലയാമിൻ്റെ കഥയിലും പഠിച്ചല്ലേ? ബിലയാമിൻ്റെ അവിടെ ലാസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ആ ദൈവത്തിൻ്റെ മക്കൾ ആ ഒരു ദേശത്തെ ജനതയിലെ ആ സ്ത്രീകളുമായിട്ട് പരസംഗം ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു വലിയ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. അപ്പോൾ ഇതൊരു സാധ്യതയാണ്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ട്. മനസ്സിലായോ? നമ്മൾ പതിയെ ദൈവത്തോടുള്ള സ്നേഹം വിട്ടിട്ട് ദൈവങ്ങളെ, ഇല്ലാത്ത ദൈവങ്ങളെ, മരങ്ങളെയും വിഗ്രഹങ്ങളെയും സൂര്യനെയും ഈ കാണുന്നതിനെല്ലാം ആരാധിക്കാനുള്ള സാധ്യത വളരെയാണ്. ഇങ്ങനെയാണ് ശലോമോൻ്റെയൊക്കെ ലാസ്റ്റ് ഡേയ്സ് ഒത്തിരി ഭാര്യമാരായി പുള്ളിക്കാരന്. പിന്നെ പുള്ളിയും പതിയെ എന്ത് ചെയ്തു? വിഗ്രഹാരാധനയിലും അങ്ങനെയൊക്കെ വീണ് പോയി. ഓക്കെ, ബൈബിൾ പറയുന്നുണ്ട് ഇണയില്ല പിണ കൂടരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് ആരെടുക്കാം? 2 ഓട്സ്. ഇതിൻ്റെ മലയാളം എന്തുവാ?
രണ്ട് കാളകളെ എടുത്തു. അപ്പോൾ ഈ കാളയുടെ പുറത്ത് നുകം വെച്ചു. അതിലൊരു കാള വല്ലാത്ത വീക്കായിട്ടൊരു കാളയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ നുകത്തെ താങ്ങിക്കൊണ്ടുപോകാൻ പറ്റുമോ മറ്റേ കാളയ്ക്ക്? ഒരു കാള വീണ് പോവുകയാണെങ്കിൽ ഇതേ അവസ്ഥയായിരിക്കും ഇണയില്ല പിണ കൂടുമ്പോൾ. അതായത് ഒരാൾക്ക് ഭയങ്കര വിശ്വാസമായ ഒരാൾക്ക് വിശ്വാസമില്ല. അത് പതിയെ നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അത് പിന്നീട് നാശത്തിലേക്ക് നയിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടീച്ചിങ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ദൂതന്മാരാണ് ഈ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. മനുഷ്യരുടെ മക്കളെന്ന് പറഞ്ഞാൽ സാധാ നോർമലി മനുഷ്യരുടെ മക്കളെന്ന ഉദ്ദേശത്തോടെയാണെന്നും ഒരു ടീച്ചിങ് ഉണ്ട്. ഓക്കെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമുക്ക് മറ്റൊരു ദിവസം ചിന്തിക്കാം. ശരി, അപ്പോൾ അവിടെ വല്ലാത്തൊരു പാപം പെരുകിക്കൊണ്ടിരുന്നു. ഇതേപോലൊരു പാപം പെരുകിയതായിരുന്നു ലോത്തിൻ്റെ സമയത്തും. ലോത്തിൻ്റെ സമയത്ത് എന്ത് പാപമാണ് പെരുകിക്കൊണ്ടിരുന്നത്? ആണാണോടും പെണ്ണോടും എന്ത് ചെയ്തു? അവർക്ക് വല്ലാത്തൊരു ഭോഗം ജ്വലിക്കേണ്ടായി. അങ്ങനെ ഹോമോസെക്ഷാലിറ്റിയുടെ ഒരു വല്ലാത്ത കാലം, അല്ലെങ്കിൽ ഈ ഹോമോസെക്ഷാലിറ്റി എങ്ങനെ വന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് വായിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? 1-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണിത് വരുന്നത് എന്ന്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നെന്ന് നമ്മൾ കാണുന്നുണ്ട്. വിഗ്രഹാരാധന, അല്ലെങ്കിൽ ദൈവം അല്ലാത്തതിനെ ആരാധിക്കുമ്പോൾ, ദൈവമല്ലാത്തതിനെ ദൈവവും ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു ജനറ്റിക് ഡിഫോമിറ്റി എന്ന് തന്നെ പറയാം. എവിടെ വന്നത്? മനുഷ്യരുടെ ഇടയിലേക്ക് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ശരി. അപ്പോൾ ലോത്തിൻ്റെ കാലത്ത് ഇങ്ങനെ പാപം പെരുക. അപ്പോൾ ഭയങ്കരമായ പാപമാണ്. ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ ദൈവം ചെയ്യരുതെന്ന് ഏറ്റവും വിലക്കപ്പെട്ട സംഭവം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദൈവം ഇവിടെ നമ്മൾ ഉൽപ്പത്തി 6 നമ്മൾ 6-7 വായിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം യഹോവ അനുതപിക്കുകയാണ്. ദൈവം അനുതപിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ അവനെ നശിപ്പിക്കുമെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെയൊക്കെ പേരൻസ് അല്ലേ, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പോഴും ഇഷ്ടം തന്നെ. ഓക്കെ, അപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കുഞ്ഞ് വളർന്നു, അവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കുഞ്ഞ് വളർന്നിട്ട് അവൻ കുറേ ബോംബൊക്കെ ഉണ്ടാക്കി കാണുന്ന എല്ലാവരെയും ബോംബ് എറിയുകയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അയാളെ വീട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുമോ? ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഓക്കെ, കാരണം അവരങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ശരി, അപ്പോൾ എങ്കിലും കോമൺലി മനുഷ്യരായവർക്ക്, മനുഷ്യ സ്വഭാവമുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ ശരണേ? അപ്പോൾ എന്താണ്? ബോംബ് എറിയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണോ ശരണേ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവൻ കാണുന്ന എല്ലാവരെയും ബോംബ് എറിയുകയാണ്. ഓക്കെ, എന്നെ കണ്ട എന്നെ ബോംബ് എറിയുന്നു, ഇത് തലവെട്ടുന്നു, ബോംബ് എറിയുന്നു, ബോംബുകൾ ഉണ്ടാക്കുന്നു, അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കൊച്ചു പിള്ളേർക്ക് വരെ ബോംബ് കൊടുത്തു വിടുന്നു, സ്കൂളിലൊക്കെ ബോംബ് വയ്ക്കും. ഇങ്ങനെയുള്ള പല അനിഷ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് അവ ഇങ്ങനെ നാട്ടുകാരെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും പപ്പയും എന്ത് ചിന്തിക്കും? ഇവനെ ജനിപ്പിക്കാണ്ടായിരുന്നെന്ന് ഒരു നിമിഷമെങ്കിലും എന്ത് ചെയ്തു? ചിന്തിച്ചു പോവും. ഇനി അങ്ങനെ ചിന്തിച്ചിട്ട് കുറച്ചുകൂടെ ദിവസം കഴിഞ്ഞ് ഇവൻ്റെ ശല്യം ഒത്തിരി പെരുകുമ്പോൾ അവസാനം എന്ത് ചിന്തിക്കും? പോലീസ് ആരെങ്കിലും വന്ന് ഇവനെ എങ്ങനെയും പിടിക്കാനൊന്ന് സഹായിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആ പേരൻസ് എന്ത് ചിന്തിക്കും? ശരിയാണ്, ഇനി ഇങ്ങനെ പോയാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അവരെങ്കിലും കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കാനായിട്ട് സഹായിക്കും. ഇതേപോലെ ഒന്ന് ആലോചിച്ച്, ദൈവം വളരെ സ്നേഹത്തോടെ വളരെ ആഗ്രഹിച്ച് മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് ഉണ്ടാക്കി വിട്ടു. എന്നിട്ട് എന്താ ചെയ്തത്? അവർക്ക് പറഞ്ഞു ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞു അതെല്ലാം അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും അവർ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്നൊരു പ്രതീതി. അപ്പോൾ ഇതേ അവസ്ഥയാണൊന്ന് ചിന്തിച്ചേ. ദൈവത്തിന് വേറെ ദൈവം നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറയുന്നു അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദൈവം അനുതപിക്കുന്നു, പേരൻസിനെ പോലെ. കാരണം നമ്മൾ അപ്പനും അമ്മയൊക്കെ ആരാണ്? ദൈവമാണ്. ദൈവം എന്ത് ചെയ്യുന്നു? അനുതപിക്കുന്നു. എന്നിട്ട് ദൈവം തന്നെ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഭൂമി മുഴുവൻ എന്ത് ചെയ്തും നശിപ്പിക്കും. അതിന് മുന്നേ എന്ത് ചെയ്യുക? ഒരു നീതിമാനായ ഒരു മനുഷ്യനെയും കുടുംബത്തെയും മാത്രം അവശേഷിപ്പിച്ചിട്ട് ബാക്കി എല്ലാവരെയും നശിപ്പിച്ച് കളയണം. എന്നാൽ ശരണേ,
ദൈവം അവിടെയും ദൈവത്തിൻ്റെ കരുണ പ്രദർശിപ്പിക്കുകയാണ്. എങ്ങനെയെന്നറിയാവോ? പറഞ്ഞുതരാം. അതായത് മറ്റൊന്നുമല്ല, നോഹ ഉണ്ടല്ലോ, നോഹ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് കേട്ടോ, എല്ലാവരോടും പ്രസംഗിക്കുകയാണ്. മഴ വരും, വെള്ളം പൊങ്ങും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താണ് ഞാനുണ്ടാക്കിയ ഈ പെട്ടകത്തിലേക്ക് വരൂ, ഈ പെട്ടകത്തിലേക്ക് കയറണം, മാനസാന്തരപ്പെടൂ, പാപം ചെയ്യരുത്, ഇതാ മഴ പെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആർക്കും അറിയത്തില്ല മഴ എന്താണെന്ന്. മനസ്സിലായോ? ഏറ്റവും പറഞ്ഞാൽ നമ്മളടുത്ത് പറയണം ഒരു ന്യൂക്ലിയർ ബോംബ് വന്ന് വീഴാൻ പോവുകയാണെന്ന് പറയുന്നു. നമ്മൾ ആരെങ്കിലും ന്യൂക്ലിയർ ബോംബ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം ഞാൻ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ന്യൂക്ലിയർ ബോംബ് വീണ് കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്ന പോലെ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു കുലുക്കമില്ല. വലിയ ഭ്രാന്താണ്. നീ നിൻ്റെ മക്കളും കൂടെ പോയി പെട്ടകമൊക്കെ പണിത് അതിൽ പാർത്തോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ദൈവം എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുണ പ്രദർശിപ്പിക്കുന്നത്? പ്രസംഗിക്കുന്നവരിലൂടെ. ഇപ്പം കണ്ടോ ഒത്തിരി പേര് ഈ ലോകത്ത് പ്രസംഗിക്കാനുണ്ട്. പാപം ചെയ്യരുത്, മാനസാന്തരപ്പെടണം, അത് ചെയ്യരുത്, യേശുവിലേക്ക് കടന്നു വാ, യേശു വിളിക്കുന്നു, യേശു വരാൻ സമയമായി, യേശുവിൻ്റെ 2ാം വരവ് അടുക്കുന്നു, ഇത് അന്ത്യകാലമാകുവാൻ പോകുന്നു, ഇത് കൃപാദിവസം, ഇത് രക്ഷാദിവസം, ഇത് സുപ്രസാദ കാലം. ഇങ്ങനെ പറയുമ്പോൾ അവരിതൊന്നും കേൾക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ കരുണയാണ്. ഇപ്പോൾ വന്നാൽ വന്ന്, ഇപ്പോൾ കയറിയാൽ കയറി, ഇല്ലെങ്കിൽ ഇല്ല, പോയി, നഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നോഹ പണിയുന്നുണ്ട്, പെട്ടകം പണിയുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും എന്താണ് നോഹയുടെ വർക്കൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ വന്നിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ മനോഹരമായിട്ടുള്ള വലിയൊരു പെട്ടകം അല്ലെങ്കിൽ വലിയൊരു കപ്പൽ, നമ്മളൊക്കെ പണ്ടത്തെ എൻ്റെ ഒരു ഓർമ്മയാണ്. പള്ളിയിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോൾ കപ്പൽ കാണാൻ പോകുമായിരുന്നു. കപ്പൽ കയറാനല്ല, കാണുന്നത് തന്നെ വലിയ കാര്യം. ഇപ്പോൾ കൊച്ചിയിലൂടെ ഈ കപ്പലുകളൊക്കെ വന്ന് കിടക്കുമ്പോൾ അത് കാണാൻ, മനസ്സിലായോ? അപ്പോൾ അത് വലിയ ക്യൂരിയോസിറ്റിയാണ് കപ്പൽ. ഓക്കെ, ഇത്രയും വലിയ സംഭവം. ഓക്കെ, ഇതുപോലൊരു ക്യൂരിയോസിറ്റി നമുക്ക് ആദ്യം ഫ്ലൈറ്റിൽ കയറുമ്പോഴുണ്ടായിരുന്നല്ലേ? എല്ലാ തുടക്കത്തിലും ഇതൊക്കെ ഉണ്ടോ? ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യാണ്? പെട്ടകം, വലിയ സംഭവം നോഹേണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു പണിയുന്നതാണല്ലേ, വളരെ മനോഹരം. പല ശില്പങ്ങളും താജ്മഹലൊക്കെ പണിതപ്പോഴും പലരും ഇതുപോലെയൊക്കെ പറഞ്ഞാണ്. എന്നാലും ഇന്ന് അതൊക്കെ നിലനിൽക്കുന്നില്ലേ? അതുപോലെ നോഹയുടെ കാലത്ത് ഇതുപോലെ നോഹയോടും പറഞ്ഞാണ്, നീ ഉണ്ടാക്കുന്ന ഈ സാധനം ഭാവിയിൽ ഒരു വലിയ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഈ ദേശത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് ഇവിടെ നിലനിൽക്കാം. നീ ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നോഹ പറഞ്ഞു കേൾക്കാതെ അവരെന്ത് ചെയ്തു? പോയി. ചിലരാണെങ്കിൽ എന്തു പറഞ്ഞു? ഒന്ന് പോടെ, മഴയോ അതെന്തോന്ന് പോലും അവർക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പോവുകയുണ്ടായി. അവർ പഴയ പ്രവൃത്തികൾ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വളരെ വലിയൊരു മഴ അവിടെ പെയ്ത് എത്ര ദിവസമാണ്? 40 രാവും 40. അതിനു തൊട്ട് മുമ്പ് സംഭവിച്ചൊരു കാര്യമുണ്ട്. നോഹയും കുടുംബത്തെയും ദൈവം എന്തു പറയണം? നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് കയറിക്കോളൂ. ബാക്കി പിന്നെ ഇഴജാതികളും എല്ലാവരും കയറുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം എല്ലാവരും വയ്ക്കുകയാണ്. എന്നിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം, ദൈവം അതിൻ്റെ വാതിൽ അങ്ങ് അടയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നല്ല വലിയ മഴ പെയ്യുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ മഴ പെയ്യുമ്പോൾ ഈ പെട്ടകം എന്ത് ചെയ്യാണ്? ഈ മഴയിലൂടെ ഇങ്ങനെ പൊങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് ഈ മഴയെന്ന് പറയുന്നത്, ഈ വെള്ളം പൊങ്ങിയപ്പോൾ 150 ദിവസത്തോളം വെള്ളം പൊങ്ങിയെന്നാണ്. അപ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ പർവ്വതത്തിനും മുകളിൽ വെള്ളം പോയി. ഏറ്റവും വലിയ പർവ്വതങ്ങളിലും മുകളിൽ വെള്ളം പോയി. അപ്പോൾ പെട്ടകം ഇപ്പോൾ അങ്ങ് മുകളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ പലരും വന്ന്, അന്നൊക്കെ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് പോയവരും ഈ നോഹയ്ക്ക് ചെവി കൊടുക്കാത്ത എല്ലാവരും വന്നിട്ട് വാതിൽ തട്ടിക്കാണ്, നീന്തി തുഴഞ്ഞ് വാതിൽ എന്ത് ചെയ്യുന്നു? തട്ടയാണ്, തുറക്കാൻ പറ്റുമോ? നോഹയ്ക്കാണെങ്കിൽ ചിലപ്പോൾ മനസ്സലിവൊക്കെ തോന്നാമായിരിക്കും. പക്ഷെ നോഹയാണോ വാതിലടച്ചേ? അല്ല, ദൈവമാണ് അടച്ചത്. ഇതുപോലൊരവസ്ഥ വരാൻ പോകുന്നു. ഓക്കെ, ശരി. ഇതാണ് നോഹയുടെ കാലം. വല്ലാത്ത വഷളത്വം നിറഞ്ഞ നോഹയുടെ കാലം. ദൈവം എന്ത് ചെയ്തു? ന്യായം വിധിച്ചു. ഇതുപോലെ എവിടെയും ന്യായം വിധിച്ചു? സോദോം ഗമോറ. എവിടെയാണ്? സോദോം ഗമോറയിലും ന്യായം വിധിച്ചു. അവിടെ ഹോമോസെക്ഷുവാലിറ്റി ഇങ്ങനെ പെരുകി വന്നു. അവിടെയും ദൈവം ന്യായം വിധിച്ചു. അപ്പോൾ പാപം ഇങ്ങനെ പെരുകി വരുമ്പോൾ ആലോചിച്ചോണം, എപ്പോൾ വേണമെങ്കിലും ന്യായവിധി നടക്കാം. നമ്മളും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇതെല്ലാം ഈ പാപം എന്ന് പറഞ്ഞതല്ല, ഇപ്പം ലോകം പറയുന്നത് എന്തെന്നല്ല, പാപമല്ലെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മൾ ബൈബിളിൽ കാണുന്ന പാപമെന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് വേൾഡ് പഠിപ്പിക്കുന്നത് എന്താണ്? പാപം
അല്ലെന്നാണ്. ഇതൊക്കെ സ്വാഭാവികമെന്നാണ് എന്ത് ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ളതെന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. പക്ഷെ ദൈവം ഒരിക്കൽ മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ മനസ്സിലാക്കും കാര്യങ്ങളെല്ലാം. ശരി, ഇനി നമുക്ക് ആ പെട്ടകത്തെ പറ്റി നോക്കാം. പെട്ടകം എത്രത്തോളം വലുതായിരുന്നെന്ന് വെച്ചാൽ നമുക്കറിയാമെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ 450 അടി നീളം, ഏകദേശം ഒരു 450 അടി നീളം. നമ്മളെത്രയാണ്, ഒരു മനുഷ്യന് എത്ര അടിയുണ്ട്? 6 അടിയോ 5 അടിയോ? ഓക്കെ. അപ്പോൾ ഈ പെട്ടകത്തിൻ്റെ നീളം എത്രയാണ്? 450 അടി നീളം. അടുത്ത് ഇത് 45 അടി പൊക്കമുണ്ട്, 45 അടി പൊക്കം. ഓക്കെ. അടുത്ത് 75 അടി എന്തുണ്ട്? ഓക്കെ, 75 അടി വീതിയുണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയൊരു കപ്പൽ കണക്കാണ് സംഭവിക്കുന്നത്. ഇതിനെ എങ്ങനെ താരതമ്യപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ സിമിലർ ടു എന്താണ് മാസീവ് സൂപ്പർ ടാങ്കേഴ്സ്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് ഓയിൽ കൊണ്ടുപോകുന്ന വലിയ സൂപ്പർ ടാങ്കേഴ്സ് ആയിട്ടുള്ള മാസീവ് കപ്പലുകളോടാണ് ഇതിനെന്ത് ചെയ്യുന്നത് സാമ്യപ്പെടുത്തുന്നത്. അത്രയും വലിയൊരു സംഭവമാണ് ആര് പണിതത്? നോവ. എത്ര വർഷം എടുത്തു? ഏകദേശം 120 വർഷം എടുത്തെന്നാണ് പറയുന്നത് പണിതത്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് പെട്ടകം. എന്താണ് പെട്ടകം? ഇനി പെട്ടകം എന്തെന്നൊക്കെ നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് യേശുവിനെ പറ്റിയാണ് കേട്ടോ. ആരെയാണ്? യേശുവിനെ പറ്റി നോക്കുക. ഒന്നാമതായിട്ട് ദൈവം പാപത്തെ ന്യായം വിധിക്കും. ദൈവം പാപത്തെ ന്യായം വിധിക്കും. നമ്മൾ ഈ 6-ാം അധ്യായത്തിൽ കാണുന്നു ദൈവം അനുതപിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നും ദൈവം അനുതപിച്ച് തുടങ്ങിക്കാണും അല്ലേ? എന്താണ് മനുഷ്യർ ഇത്രയും വീണ്ടും അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യരുതെന്ന് പറയുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? സ്വന്തം പുത്രന് ലോകത്തിൽ തന്നിട്ട് പലരും അതുപോലും വേണ്ടാന്ന് വയ്ക്കുന്നു. ഈ നിരീശ്വരവാദികൾ, ലോജിക് തിങ്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ ദൈവത്തിൻ്റെ അടുത്ത് എത്താം. പക്ഷെ അവർ ഇല്ലയെന്ന് പറഞ്ഞാണ് തിങ്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഇല്ലയെന്ന് പറഞ്ഞ് തിങ്ക് ചെയ്ത്, പക്ഷെ ചിലരെങ്കിലും ഇല്ലയെന്ന് പറഞ്ഞ് തിങ്ക് ചെയ്തിട്ട് ഉണ്ട് എന്ന് എത്തുന്നുണ്ട്. എങ്കിലും പലരും ഇല്ലയെന്ന് പറഞ്ഞ് അങ്ങ് ഉറച്ചു നിന്നാൽ ഇല്ല തന്നെ. മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ വേണം, ദൈവം ഉണ്ട്. ഈ ഒരു നമ്മൾ തന്നെ ഒന്ന് സിംപ്ലി ഒന്നും അറിയാത്തൊരു വ്യക്തി ചിന്തിച്ചാലും ഈ ഭൂമിയെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലായി ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന്. ആ ക്രിയേറ്റർ ഒരു ദിവസം ന്യായം വിധിക്കും. അടുത്ത് ഈ ന്യായവിധിയിലും ദൈവത്തിൻ്റെ കരുണ നമ്മൾ കാണുകയാണ് കേട്ടോ. നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചില്ലേ അല്ലേ? നോഹയും കുടുംബത്തെ 8 പേര്. എത്ര പേരാണ് രക്ഷിച്ചത്? 8 പേര്. അതുപോലെ ആലോചിച്ചോണം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വലിയൊരു സമൂഹമാണല്ലേ ലോകത്ത്? ആണല്ലോ നമ്മളെ ഇന്ത്യയിൽ ന്യൂനപക്ഷം അങ്ങനെയൊക്കെ വരാം. പക്ഷേ ക്രിസ്ത്യാനിറ്റി ലോകത്തെന്താണ് വലിയൊരു സംഭവമാണ്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ എന്ത് രക്ഷപ്പെടത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ശരിക്കും രക്ഷിക്കപ്പെട്ടെന്നൊരു ഉറപ്പുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആർക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം? നിങ്ങളുടെ പേരൻസിനും സഹോദരങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നോഹ കാരണം ആരുടെ രക്ഷപ്പെട്ടു? നോഹയുടെ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അടുത്ത് ഇനി മറ്റൊന്ന്, ക്രിസ്തു യേശുവിലുള്ളവർ രക്ഷപ്പെടും. എവിടെയാണ് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല. ന്യായവിധി വരും, പക്ഷെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ന്യായവിധിയില്ല. ക്രിസ്ത്യാനി എന്ന് പേരെടുത്തവന് ന്യായവിധിയില്ലെന്നല്ല. ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായോ? നാമധേയ ക്രിസ്ത്യാനികളുണ്ട്. വെറുതെ സ്നാനം ഏൽക്കുന്നവരുണ്ട്. ഒന്നും അറിയാതെ വെറുതെ രാഷ്ട്രീയം കളിക്കുന്നവരുണ്ട്. വെറുതെ ഇതിനെല്ലാം ഒരു രാഷ്ട്രീയമാക്കി മാറ്റുന്നവരുണ്ട്. അവർ രക്ഷപ്പെടുന്നല്ല, ക്രിസ്തു യേശുവിലുള്ളവർ. അത് നമുക്കിപ്പോൾ കാണാം. ശരി, അപ്പോൾ അടുത്തൊരു കാര്യം, ദൈവം വാതിൽ അടയ്ക്കുന്നു. ദൈവം സമയമാകുമ്പോൾ വാതിലടയ്ക്കും. ദാറ്റ് മീൻസ് ഇപ്പോൾ രക്ഷാദിവസം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്? കൃപായുഗം. ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണാ ദിവസങ്ങൾ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ വിളി സ്വീകരിച്ച് അവൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുക? വരിക. നമ്മെ പുറകിലോട്ട് വലിക്കുന്നതിനെ വിട്ടിട്ട് നമ്മൾ ഇപ്പോൾ അവൻ്റെ വിളി കേൾക്കുന്നെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് നാം ഓടി വരിക. അവൻ്റെ അടുക്കലേക്ക് നമ്മൾ ഓടിച്ചെല്ലുക. ഒരിക്കൽ ആ ന്യായവിധി തുടങ്ങുമ്പോൾ അന്നൊരു പക്ഷെ അവൻ്റെ കരുണ കാണണമെന്നില്ല. അന്നവൻ ആ ഡോർ എന്ത് ചെയ്യുന്നു? അടയ്ക്കുന്നു.
മനസ്സിലായോ? അവൻ്റെ കരുണയുടെ വാതിൽ ഒരുപക്ഷെ അന്നവൻ അടച്ചേക്കാം. അന്ന് ആ പെട്ടകത്തിൻ്റെ അകത്ത് കയറിയവർ മാത്രം എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടുന്നു. ശരി, ഇനി നമ്മളൊരു കാര്യം കാണുന്നത് ലാസ്റ്റ് കാര്യമാണ് കേട്ടോ. 1 പത്രോസ് എഴുതിയ ലേഖനം 3:18-21 വരെ നമ്മൾ കാണുമ്പോൾ അവിടെ വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ട ഈ 8 പേരെ പറ്റി പറയുന്നുണ്ട്. ആരെയാണ്? നോഹയും കുടുംബത്തെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് ഈ വെള്ളം എന്ന് പറയുന്നത് സ്നാനത്തിനൊരു മുൻകുറി എന്നാണ് പറയുന്നത്. എന്താണ് സ്നാനത്തിനൊരു മുൻകുറി? അപ്പോൾ നമ്മളിന്ന് സ്നാനത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒത്തിരി വർഷങ്ങൾ നമ്മളെ പള്ളിയിൽ കേട്ടിട്ടുണ്ട്. സ്നാനം എപ്പോഴും പഠിപ്പിച്ചാലും അവരിത് പറയും. എന്താണ് ഈ വെള്ളം? എന്താണ്? സ്നാനമാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായാലും അത് നമ്മളെന്താണ് വ്യാഖ്യാനിക്കുന്നതാണ്. ആ വെള്ളപ്പൊക്കം സ്നാനത്തിന് തുല്യമാണ്. അതിലൂടെയാണ് ആര് രക്ഷപ്പെട്ടത്? നോഹയും കുടുംബവും രക്ഷപ്പെട്ടത്. ഓക്കെ, ഇത് സ്നാനത്തിനൊരു മുൻകുറി എന്ന് അവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും. ബട്ട് ഒരു കാര്യമുണ്ട്, വെള്ളത്തിൽ കൂടി അവർ രക്ഷപ്പെട്ടു, ശരിയാണ്. പക്ഷേ ഒത്തിരി മനുഷ്യർ ആ വെള്ളത്തിലുണ്ടായിരുന്നു, ഇല്ലേ? ഒത്തിരി മനുഷ്യർ ആ വെള്ളത്തിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു, ശരിയല്ലേ? പക്ഷെ ആ വെള്ളത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു പെട്ടകം ഉണ്ടായിരുന്നു. ആ പെട്ടകത്തിൻ്റെ അകത്തുള്ളവർ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ആ പെട്ടകമാണ് യേശു. ആ പെട്ടകമാണ് യേശു. ആ പെട്ടകമാണ് പരിശുദ്ധാത്മാവ്. ആ പെട്ടകമാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ സ്നാനപ്പെട്ടു, ശരിയാണ്. അറിവുള്ള കാലത്ത്, അറിവില്ലാത്ത കാലത്തൊക്കെ പല രീതിയിൽ സ്നാനപ്പെട്ടവരുണ്ട്. എന്നാൽ ഇവരെല്ലാവരും രക്ഷപ്പെടുമെന്നല്ല. യേശുവിൽ ജീവിക്കുന്നവൻ, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവൻ, അവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടും. കാരണം ആ പെട്ടകം ആരാണ്? യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. ആ പെട്ടകത്തിൽ നാം വേണം. അല്ലാതെ ആ വെള്ളത്തിൽ കിടന്ന് ഒത്തിരി പേര് നിലവിളിക്കുന്നുണ്ട്. വല്ലാത്ത അവസ്ഥ. എനിക്കങ്ങനെ ചില സമയത്ത് ആലോചിക്കാൻ വിഷമമായിട്ട്. നമ്മളെ സഭകളിലൊക്കെ വല്ലാത്തൊരു രാഷ്ട്രീയം പോലെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമോഹങ്ങൾ, അല്ലെ? അധികാര സ്ഥാനങ്ങളിലെത്തുക. പിന്നെ ഇതൊക്കെ എന്തോ ഈ നമ്മളൊരു സ്കൂൾ ഉണ്ടാക്കണം, ഓക്കെ, അതിലൂടെ കുറച്ച് നല്ല പ്രവൃത്തികൾ ചെയ്യണം, അല്ലേ? ശരി, നല്ലതാണ്. ബട്ട് ഇതിലൂടെയാണ് രക്ഷ, അല്ലെങ്കിൽ കുറേ നല്ലത് ചെയ്യുന്നതിലൂടെയാണ് രക്ഷ എന്ന് പഠിപ്പിക്കുന്നത് തെറ്റാണ്. എത്ര നന്മ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയുണ്ട് കുറേ പേരുണ്ടല്ലോ, കുറേ പേര് നീന്തി കുറേ പേര് ഇങ്ങനെ പ്രസംഗിച്ചടാ. നോഹ പ്രസംഗിച്ചു, വെള്ളം പൊങ്ങും, വെള്ളത്തിൽ മുങ്ങി ചത്തുപോകുമെന്ന് പറഞ്ഞു. ഈ പെട്ടകത്തിൽ കയറിയാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നോഹ. പക്ഷേ ഇവിടെ കുറേ പേര് എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഇതിൽ നീന്തി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇതുപോലെ ചിലരിന്ന് പറയുന്നുണ്ട്, നീന്തി ഞാൻ എവിടെ എത്തും? ദൈവരാജ്യത്തിൽ എത്തുമെന്ന്. നീന്തലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ. മനസ്സിലായോ? എത്രത്തോളം നീന്തും? പകരം യേശു തന്നത് സൗജന്യം. നിങ്ങൾക്ക് ഒരു കടലിൽ നീന്താൻ പറ്റുമോ? നീന്താൻ പറ്റും. അക്കരെ എത്താൻ പറ്റുമോ? ഒരു വലിയ കടൽ പാസ് ചെയ്ത് നിങ്ങൾ ആഹാരമൊന്നും എടുത്തിട്ടില്ല, നിങ്ങളൊരു കടലിലേക്ക് ചാടാൻ പോയി, എന്നിട്ട് പറയണം ഞാൻ എന്ത് ചെയ്യും? നീന്തി വലിയ വേൾഡൊക്കെ കറങ്ങി വരുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം എത്ര ദിവസം പോകുമെന്ന്. ഓക്കെ, അപ്പോൾ അതുപോലെ നീന്തി ഞാൻ ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് പറയുന്നവരുണ്ട്. ഈ വെള്ളത്തിൽ എൻ്റെ കഴിവുകൊണ്ട് നീന്തി ദൈവരാജ്യത്തിൽ കടക്കും. അങ്ങനെ ആരും കിടക്കത്തില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും ഒരു നാളും പിതാവിൻ്റെ അടുക്കൽ എത്തത്തില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ആ പെട്ടകമാകുന്ന യേശുവിൽ നാം ജീവിക്കുക. ആ പെട്ടകത്തിൽ നാമും ഉൾപ്പെട്ടവരായിരിക്കുക. മനസ്സിലായോ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റിരിക്കാവോ? ഒന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യാം. നമ്മൾ എവിടെയാണെന്ന് ശരിക്കും നാം ആ പെട്ടകത്തിൽ നാം ഉണ്ടോ? യേശു ആകുന്ന പെട്ടകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം നമ്മിലുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാവോ? എല്ലാവരും ഒന്ന് സ്വയം ശോധന ചെയ്ത് ഞാൻ എവിടെയാണ്? ഞാൻ ഇപ്പോഴും പാപത്തിൽ ജീവിക്കുകയാണോ? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണോ? അതോ ഒരു വിളി പലപ്പോഴായിട്ട് കേട്ടിട്ട് ഞാനതിന് ചെവി കൊടുക്കാതെ അതിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഒന്ന് ചിന്തിച്ചേ. ആ പെട്ടകത്തിൽ ഞാനുണ്ടോ? യേശു അയച്ച ആ പെട്ടകത്തിൽ ഞാനുണ്ടോ? യേശു ആകുന്ന പെട്ടകത്തിൽ, പരിശുദ്ധാത്മാവാകുന്ന ആ പെട്ടകത്തിൽ ഞാനുണ്ടോ? ഒരിക്കൽ ഇവിടെ നിന്ന് സഭ എടുക്കപ്പെട്ടാൽ, ആ പെട്ടകം എടുക്കപ്പെട്ടാൽ, ഞാൻ ആ പെട്ടകത്തിലുണ്ടോ? ഞാൻ ആ സഭയിലുണ്ടോ? ഞാൻ
ദൈവം പറയുന്ന സഭയിലുണ്ടോ? ദൈവമക്കളുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? ഒന്ന് സ്വയം ചോദന. എൻ്റെ ഫാമിലി ഉണ്ടോ? എൻ്റെ അപ്പനും അമ്മയുണ്ട്, എൻ്റെ സഹോദരങ്ങൾ അതിൽ കാണോ? എങ്കിൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് അതിൽ നാം ബാധിച്ചവിടെ നോഹയുടെ കുടുംബം, നോഹ കാരണമാണ് രക്ഷപ്പെടുന്നത്. ഇതുപോലെ ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ അഗസ്തിനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ അത് കാത്തലിക് സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന് ഒത്തിരി വർഷം മുമ്പ് ഇയാൾ ചെയ്യാത്ത തെറ്റൊന്നുമില്ല, ഇയാൾ ചെയ്യാത്ത ഒരു തെറ്റുമില്ല, അമ്മാതിരി എല്ലാ തെറ്റിലും അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഈ വ്യക്തി ഒരിക്കൽ അയാളുടെ അമ്മ എന്ത് ചെയ്തെന്നറിയാം, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ അയാളുടെ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അന്ന് അത് എന്ത് ചെയ്തു, ദൈവം ഇങ്ങനെ കുറിച്ചിട്ടു ഇവനെ രക്ഷിക്കണമെന്ന്. പക്ഷെ അതിന് കുറേ വർഷങ്ങളെടുത്തു. ആ വർഷം കൊണ്ട് അത്രയും അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അത്രയും സമയത്ത് അത് കാരണം പിന്നീട് ആ കാത്തലിക് സഭ തന്നെ ഈ അമ്മയെ എന്ത് ചെയ്തു, വിശുദ്ധയെന്ന് പ്രഖ്യാപിക്കേണ്ടത്. നമ്മളെ വിഷയം വിശുദ്ധയൊന്നുമല്ല, പക്ഷേ നാമും ആർക്കാണ്? നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാല് പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട്, അല്ലെ, ആ ഒരു ഭവനത്തിൽ, യേശു ഇരിക്കുന്ന ആ ഭവനത്തിൽ എന്താണ്, ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവരാൻ സ്ഥലമില്ല, അത്രത്തോളം തിരക്കാണ്. എന്നാൽ എന്ത് ചെയ്തു, അവർ ഇന്ന് യേശുവിനെ എങ്ങനെയും ഈ പക്ഷപാതക്കാരനെ കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് അവർ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിട്ട് ആ മേൽക്കൂരയിൽ കൂടി ഈ പക്ഷപാതക്കാരനെ യേശുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചു. യേശു പറയുന്നു പ്രകാരമാണ്, ഞാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട്, ആ 4 പേരുടെ വിശ്വാസം കണ്ട്, എൻ്റെ മുന്നിലേക്ക് ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നുവെന്ന്. സഹോദരങ്ങളെ, നാമും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. നാം നമുക്ക് വേണ്ടി തന്നെ ആദ്യം പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? യേശു നമ്മിൽ വേണം, യേശു നമ്മുടെ കൂടെ വേണം. നാം യേശു ഉള്ളവരായിരിക്കണം. നാം ആരുള്ളവരായിരിക്കണം? യേശു ഉണ്ടെങ്കിൽ മാത്രമേ യേശുവിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് തന്നെ ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നിമിഷം ഒന്നുകൂടെ നമുക്ക് സ്വീകരിക്കാം. ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാം. യേശുവേ വാ, ജീവനാഥനായിട്ട് എൻ്റെ ഉള്ളത്തിലേക്ക് യേശുവേ വാ എന്ന് നമുക്ക് ഹൃദയത്തിൻ വാതിൽ തുറക്ക. ഈ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ വാ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ, ജീവനാഥനായ എന്നുള്ളത്തിൽ യേശുവേ വാ. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എൻ്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോ യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം.
ശബ്ദം കേൾക്കുമ്പോ യേശു മാത്രം എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം എൻ രക്ഷകൻ. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നു എൻ കർത്താവേ നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നു എൻ കർത്താവേ നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഓ ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു എൻ്റെ സ്നേഹിതനാണ്. യേശു എൻ്റെ പ്രാണപ്രിയനാണ്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു അല്ലാതെ മറ്റാരുമില്ല. ഇന്ന് ഈ ആരാധന നടന്ന സമയത്ത് ചിലരൊക്കെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീരെല്ലാം കാണുന്നൊരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു മാത്രം. എന്നെ നന്നായിട്ട് അറിയുന്നൊരു യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതിയെന്നൊന്ന് പാടാവും. യേശു ആ പെട്ടകത്തിൽ ഞാൻ ഉണ്ടാവണം. എനിക്ക് യേശു മാത്രമേ, മറ്റൊന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ സീക്രട്ട് ലൈഫിലെല്ലാം യേശു എൻ്റെ കൂടെ, എൻ്റെ ഭാരം ചുമക്കുന്ന എൻ്റെ സ്നേഹിതനായിട്ടുള്ള, എൻ്റെ പ്രാണപ്രിയനായിട്ടുള്ള ആ കർത്താവിനെ വേണമെന്ന് നോഹ അവൻ ദൈവത്തോട് കൂടെ നടന്നു. അതുപോലെ ആ പ്രാർത്ഥനയോടെ എൻ്റെ ഭാരം ചുമക്കുന്നവൻ എന്നെ നന്നായറിയുന്നവൻ യേശു എന്റെ ഭാരം ചുമക്കുന്നവൻ. ഓ യേശു എന്നെ നന്നായറിയുന്നവൻ. ഓ അപ്പാ. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മതി. യേശു എൻ്റെ സ്നേഹിതൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. വെറുതെ ആര് സമയങ്ങളല്ലേ പറഞ്ഞേ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. ഒന്നുകൂടെ വരികൾ പാടി മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ആത്മാവുണ്ട്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു. ഒന്നുകൂടെ ചേർന്ന് ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. യേശുവേ, ഇതൊരു സമർപ്പണമാണപ്പ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന യേശുവേ. പലപ്പോഴും ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് അതിലുറച്ചു നിൽക്കാൻ കഴിയാത്തവരാണപ്പ. ഇന്ന് ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. സുഖമുള്ള കാലമായാലും കണ്ണുനീർ നേരത്തായാലും ഏതവസ്ഥയായാലും ഞങ്ങൾക്ക് അങ്ങേ വേണം. ഞങ്ങൾക്ക് അങ്ങേ അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവെ, ദാഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ.
പാപം ഈ ലോകത്ത് ഇങ്ങനെ പെരുകിയിരിക്കുന്നു. ആ പെട്ടകത്തിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണം അപ്പാ. ആ പെട്ടകത്തിൽ ഞങ്ങൾക്കുള്ളവരെല്ലാവരും ഉൾപ്പെടണം അപ്പാ. ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തുള്ളവരെ തിരഞ്ഞെടുക്കണം, സ്നേഹിക്കണം, വീണ്ടെടുക്കണം. ഞങ്ങളായിരിക്കുന്ന ഈ ഹോസ്റ്റലിലുള്ളവർ നഷ്ടപ്പെടരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം അവർക്ക് വേണ്ടിയും കൂടെ ആണല്ലോ ഒഴുകിയത്. ആ രക്തത്താൽ അവരെയും വീണ്ടെടുക്കണം. അവരങ്ങയുടെ വലിയൊരു മിറക്കിൾ കാണട്ടെ. യേശുവിനെ അവർ കർത്താവും രക്ഷകനുമായിട്ട് അക്സെപ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മീറ്റിങ്ങിലെ രോഗികളായിട്ട് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, വളരെ ഭാരത്തോടായിരിക്കുന്നെങ്കിൽ, യേശു ഇപ്പോൾ അവരെ തൊടണമേ അപ്പ. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഭൂമിയിൽ 2 പേർ ഐകമത്യപ്പെട്ട് പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാൽ തരുമെന്ന് പറയുന്നവനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഹോസ്റ്റലിൽ, ഈ പ്രെയർ മീറ്റിങ്ങിൽ ദൈവമേ പുറത്തായിരിക്കുന്നവർ, ആ രോഗികൾക്ക് വേണ്ടി, പുറത്തു പോലും പറയാൻ പറ്റാത്ത രോഗങ്ങളാൽ, ബന്ധനങ്ങളാൽ കഴിയുന്നവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ വിട്ടുവിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഓൺലൈനായിട്ട് ഈ മീറ്റിംഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അവരും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം അവരെ വിട്ടുമാറട്ടെ, ആ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭൂതങ്ങളാൽ പിടിപെട്ടവർ, പലവിധമായിട്ടുള്ള ബന്ധനങ്ങളാൽ കഴിയുന്നവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, പാപത്തിന്റെ ബന്ധനങ്ങളാൽ എത്ര രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടും രക്ഷപ്പെടാതെ പൈശാചികനാൽ പിടിപെട്ട് അങ്ങനെ കഴിയുന്ന യേശുവിന്റെ നാമത്തിൽ, ഓ ഹല്ലേലൂയ, ശിംശോന്റെ ശരീരത്തിൽ കെട്ടിയിരുന്ന ആ കയറുകൾ, അത് ചണനൂലുകൾ പോലെ, അത് ദൈവമേ അത് അറ്റുപോയതുപോലെ നിന്റെ കരമോടെ പതിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ തീ ഇറങ്ങുമ്പോൾ, കർത്താവേ ആ തീ ഇറങ്ങട്ടെ. പാപബന്ധനങ്ങളിലായിരിക്കുന്നവർ, ദൈവമേ മദ്യപാനത്തിന്റെ അടിമകളായിരിക്കുന്നവർ, ദൈവമേ അന്യായ ബന്ധനങ്ങളിൽ പെട്ടുപോയവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, ഇന്നും ജീവിക്കുന്ന നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുവിക്കപ്പെടട്ടവർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ മാത്രം പരിശുദ്ധൻ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, നിന്റെ നാമം മാത്രം ഓ ശക്തിയുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫീസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഫീസിന് ദൈവമേ, ഓ നീ സർവ്വസമ്പന്നനപ്പ. ഹല്ലേലൂയ. നിനക്ക് ദൈവമേ, നിന്റെ മക്കൾക്കൊന്നിനും മുട്ടില്ലല്ലോ അപ്പ. ഹല്ലേലൂയ. വീഴുന്നവരൊക്കെ അവൻ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ അവൻ നിവർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടുവോളം അവൻ ആഹാരം കൊടുക്കുന്നു. കർത്താവേ, ഫീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവർക്കത് ലഭിക്കട്ടെ. അവർ കണ്ടിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത വാതിലുകൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് തുറക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ഈ ജനറേഷൻ നിറയട്ടെ. ദാഹിക്കുന്നവർ, യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർ, അവർ നിറയട്ടെ. ജീസസ്, ഹല്ലേലൂയ, ജീസസ്, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമേ, ഒത്തിരി വിഷയങ്ങളെപ്പറ്റി പ്രാർത്ഥിക്കാനുണ്ട്, എങ്കിലും ഞങ്ങളെക്കാൾ മുന്നേ അത് അറിയുന്നു അങ്ങ്. ആ വിഷയങ്ങളുടെ മേൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമേ. വരുന്ന ആഴ്ചകളിലോ അങ്ങയുടെ വലിയ സാന്നിധ്യം അല്ലപ്പ, എപ്പോഴും അങ്ങയുടെ സാന്നിധ്യം വേണം. കുഞ്ഞാടുകളെ കരത്തിൽ അങ്ങ് പിടിച്ച് നടക്കാറില്ലല്ലോ, അവയെ തോലിലെടുക്കാറല്ലേ ഇപ്പം, അതുപോലെ ഞങ്ങളെയും ആ തോലിലെടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഇന്ന് ഞങ്ങൾ കേട്ട മെസ്സേജ് പോലെ അങ്ങിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു.